നമസ്കാരം. പ്രതിബദ്ധത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജെ ഉണ്ണികൃഷ്ണപിള്ള. ഇന്ന് 40ാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. ദ്രാവിഡ സൗന്ദര്യ ശാസ്ത്രത്തെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സാഹിത്യ പഠനത്തിൽ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൻ്റെതായ ഒരു പാരമ്പര്യവും നമ്മുടെ തനത് ദ്രാവിഡ ലാവണ്യ ശാസ്ത്രത്തിന്റെ ഒരു പാരമ്പര്യവും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഏറെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ് ദ്രാവിഡ ലാവണ്യ ശാസ്ത്രം. തൃണസിദ്ധാന്തം, തൃണസങ്കല്പം, പരിസ്ഥിതി സൗന്ദര്യ ശാസ്ത്രം എന്നെല്ലാം ഇന്ന് നമുക്ക് അതിനെ പറയുവാൻ സാധിക്കും. ദ്രാവിഡ ലാവണ്യ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം തൊൽക്കാപ്പിയം എന്ന വ്യാകരണ ഗ്രന്ഥമാണ്. തമിഴിലെ തൊൽക്കാപ്യരുടെ വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്യം. അതിൽ പൊരുളധികാരം എന്ന ഭാഗമാണ് ദ്രാവിഡ കാവ്യമീമാംസയുടെ ബീജരൂപമെന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തം പ്രസക്തിയും സാധ്യതയും എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു പരിസ്ഥിതി ലാവണ്യ സിദ്ധാന്തം എന്ന് പൊതുവെ നമുക്ക് ദ്രാവിഡ സൗന്ദര്യ ശാസ്ത്രത്തെ വ്യവഹരിക്കാൻ സാധിക്കും. സംഘസാഹിത്യവുമായിട്ടാണ് ഇതിന് ബന്ധം. സംഘസാഹിത്യ കൃതികളെ മുൻനിർത്തിയാണ് പൊതുവെ ദ്രാവിഡ സൗന്ദര്യ ശാസ്ത്രത്തെ വിലയിരുത്തപ്പെടുന്നത്. സംഘസാഹിത്യം എട്ടുതൊകൈ, പത്തുപാട്ട്, 11 കീഴ്ക്കണക്ക് എന്നിങ്ങനെ മൂന്നായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. എട്ടുതൊകൈ, പത്തുപാട്ട്, 11 കീഴ്ക്കണക്ക്. ഇവയിൽ യഥാക്രമം പേരുപോലെ തന്നെ 8, 10, 18 വീതം കൃതികൾ ഉണ്ട്. മേൽക്കണക്ക്, കീഴ്ക്കണക്ക് എന്നിങ്ങനെ ഈ ഗ്രന്ഥങ്ങളെ പറഞ്ഞു പോരുന്നു. അതിൽ എട്ടുതൊകൈ എന്ന് പറഞ്ഞാൽ തുകൈ എന്നാൽ സമാഹാരം എന്നാണ് അർത്ഥം. മുക്തകങ്ങൾ പോലെയുള്ള 8 ഗീതങ്ങളുടെ സമാഹാരമാണ് എട്ടുതൊകൈ. പത്തുപാട്ട് 10 പാട്ടുകളുടെ സമാഹാരമാണ്. പതിനെൺ കീഴ്ക്കണക്ക് എന്ന് പറയുന്നത് 18 പാട്ടുകളുടെ കൃതികളുടെ ഒരു കൂട്ടമാണ്. ഇന്ന് നമ്മുടെ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ ഒരു സിദ്ധാന്തമെന്ന നിലയിൽ തൃണസങ്കല്പവും തൃണസിദ്ധാന്തവും രൂപപ്പെട്ടിട്ടുണ്ട്. തനത് ദ്രാവിഡ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഇന്ന് തൃണസങ്കല്പം. നമ്മുടെ സാഹിത്യ സാംസ്കാരിക സന്ദർഭങ്ങളെ വിലയിരുത്താനുള്ള ഒരു തനതായ രീതിശാസ്ത്രമായിട്ട് ഇന്നത് മാറിയിട്ടുണ്ട്.
ദ്രാവിഡ സൗന്ദര്യശാസ്ത്രത്തിന്റെ കാതലായ തത്വം തിണകളാണ്. തിണയെന്നാൽ കേവലം സ്ഥലകാല വിവരണമല്ല, കവിതയിൽ കടന്നുവരുന്ന പ്രതിപാദ്യത്തോട് ഇണങ്ങുന്ന സമഗ്രമായ ഔചിത്യമാണ് തിണയുടെ പ്രാണൻ. വിഷയാനുസൃതമായി തിണകളെ വർഗീകരിക്കുകയും ഓരോ തിണയുടെയും സവിശേഷതകളും ലക്ഷണങ്ങളും നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ് തിണ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ ദ്രാവിഡ ലാവണ്യ ശാസ്ത്രത്തിന്റെ ആധികാരിക രേഖയായി തൊൽക്കാപ്യത്തിലെ പൊരുളധികാരത്തെ കണക്കാക്കുന്നു. പൊതുവെ പരിസ്ഥിതി ലാവണ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ദർശനമാണ് തിണസങ്കല്പം എന്നറിയപ്പെടുന്നത്. മനുഷ്യജീവിതത്തെ അവർ ജീവിക്കുന്ന പശ്ചാത്തലവുമായി ചേർത്തുവച്ച് അവരുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥകളോടും ബന്ധപ്പെടുത്തി രൂപപ്പെടുന്ന ഒരു സാകല്യ ദർശനമാണ് ദ്രാവിഡ സൗന്ദര്യശാസ്ത്രം എന്ന് നമുക്ക് സാമാന്യമായി പറയാം. സംഘകാലത്ത് കേരളം ഉൾപ്പെട്ടിരുന്ന തമിഴകത്തെ 5 ഭൂവിഭാഗങ്ങളായിട്ട് വിഭജിച്ചിരുന്നു. മുല്ല, കുറിഞ്ചി, മരുതം, പാല, നെയ്തൽ. ഈ പറയുന്ന ഓരോ തിണയ്ക്കും പ്രത്യേകം പ്രസക്തമായിട്ടുള്ള കാലാവസ്ഥകളും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. കാലസൂചനയിൽ ഋതുക്കളും ദിവസത്തിന്റെ അംശങ്ങളായ യാമങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പൊതുവെ ഏതെങ്കിലും ചെടിയുടെയോ മരത്തിന്റെയോ പേരാണ് ഈ തിണകളെ സൂചിപ്പിക്കാൻ ചുരുക്കപ്പേരായി നൽകിയിട്ടുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞ മുല്ല, കുറിഞ്ചി, മരുതം, പാല, നെയ്തൽ. അങ്ങനെ സ്ഥലകാലങ്ങളുടെ ഒരു സംയുക്തമായ ഘടനയാണ് ഓരോ തിണയും എന്ന് കാണാൻ സാധിക്കും. സ്ഥലം, കാലം, പ്രകൃതി, കാലാവസ്ഥകൾ എന്നിവ തമ്മിൽ ഇണങ്ങി നിൽക്കുന്നതായും കാണാം. അതിന് നമുക്ക് തിണമയക്കം, തിണ ഇണക്കം എന്നെല്ലാം പറയാം. തൊൽക്കാപ്യത്തിലെ പൊരുളധികാരത്തിൽ ദേശകാലങ്ങളെ 7 തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് 7 അകത്തിണകളും 7 പുറത്തിണകളുമാണ്. അകത്തിണകൾ എന്ന് പറഞ്ഞാൽ അതിലാണ് അകം കവിതകൾ ഉൾപ്പെട്ടിട്ടുള്ളത്. പുറത്തിണകളിൽ പുറം കവിതകൾ. അകത്തിണകളിൽ മുല്ല, കുറിഞ്ചി, മരുതം, പാല, നെയ്തൽ, കൈക്കിളൈ, പെരുന്തിണൈ, ഇങ്ങനെ 7 ഭാഗങ്ങൾ കാണാൻ സാധിക്കും. പുറത്തിണയിൽ പാടാൺ, വഞ്ചി, വെട്ചി, വാകൈ, ഉഴിഞ്ഞൈ, തുമ്പൈ, കാഞ്ചി, ഇങ്ങനെ 7. അങ്ങനെ 14
തിണകൾ, ആകെ 14 തിണകളായിട്ട് തൊൽക്കാപ്പിയത്തിൽ ദേശകാലത്തെ വിഭജിച്ചിട്ടുണ്ട്. ഇതിൽ സാഹിത്യവുമായി ബന്ധപ്പെടുത്തി പ്രധാനമായിട്ടും അകം പുറം എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്നുണ്ട്. അതിൽ അകപ്പൊരുളിലെ അഥവാ അകം കവിതകളിലെ പ്രതിപാദ്യം ആത്മനിഷ്ഠമായിരിക്കും, ഒബ്ജക്റ്റീവാണ്. പുറം പൊരുളിലെ പ്രതിപാദ്യം വസ്തുനിഷ്ഠവും സബ്ജക്റ്റീവാണ്. അകം എന്നത് പേരുപോലെ തന്നെ അകത്തേക്ക് നോക്കുന്നത്, ഹൃദയബന്ധങ്ങൾ, വൈകാരിക തലങ്ങൾ എന്നിവയെ ആവിഷ്കരിക്കുന്നതാണ് അകം കവിതകൾ. പൊതുവെ മനുഷ്യ ഭാവങ്ങൾക്കും പ്രേമം പോലുള്ള വൈകാരിക തലങ്ങൾക്കും ഇതിൽ കൂടുതൽ പ്രാധാന്യമുണ്ട്. വ്യത്യസ്തമായ അവസ്ഥാന്തരങ്ങൾ, വിരഹം, കാത്തിരിപ്പ്, സ്നേഹഗാഥകൾ എന്നിവ ഇതിൽ കൂടുതലായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. പുറം കവിതകളിലാണ് ബാഹ്യമായ ഇടപെടലുകളെ വർണ്ണിച്ചിരിക്കുന്നത്. സാമൂഹ്യ ബന്ധങ്ങൾ ആണ് പൊതുവെ ഇതിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അങ്ങനെ കാലദേശബദ്ധമായ വിഷയങ്ങൾ, അതേപോലെ സാമൂഹ്യ വിഷയങ്ങളും ആവിഷ്കരിക്കുന്നതാണ് പൊതുവെ പുറം കവിതകൾ എന്നറിയപ്പെടുന്നത്. തിണകളെ നമ്മൾ ഐന്തിണകളായിട്ട് തിരിക്കുമ്പോൾ അതിന് ദ്രാവിഡ സൗന്ദര്യ ശാസ്ത്രവുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ മുല്ലത്തിണയുടെ പ്രതിപാദ്യ വിഷയം തന്നെ പ്രേമവും കാത്തിരിപ്പുമാണ്. കുറിഞ്ചിയിലാകട്ടെ കാമുകി കാമുകന്മാരുടെ സംഗമമാണ് പ്രധാന പ്രതിപാദ്യം. മരുതത്തിലെ പ്രതിപാദ്യം സൗന്ദര്യ പിണക്കമാണ്. പാലയിലെ വിഷയം വിരഹമാണ്. നെയ്തൽ നായികയുടെ ഏകാന്ത രോദനമാണ്. ഇത്തരത്തിൽ തിണകളുടെ അവസ്ഥാന്തരങ്ങൾ സാഹിത്യത്തിന്റെ ലാവണ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. സംസ്കൃത സാഹിത്യ മീമാംസയിലുള്ളതുപോലെ തന്നെ ദ്രാവിഡ സൗന്ദര്യശാസ്ത്രത്തിലും അതിന് സവിശേഷമായ സങ്കേതബദ്ധതയുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തൊൽക്കാപ്പിയത്തിൽ കാവ്യ സാമഗ്രികളെ മൂന്നായിട്ട് തിരിക്കുന്നു. മുതൽപ്പൊരുൾ, കരുപ്പൊരുൾ, ഉരിപ്പൊരുൾ. ഒരു സാഹിത്യകൃതിയുടെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മതയിലേക്ക്, രൂപത്തിൽ നിന്ന് ഭാവത്തിലേക്കുള്ള പഠനം ദ്രാവിഡ സാഹിത്യമീമാംസയുടെ പൊതു സ്വഭാവമാണ്. അത്തരത്തിൽ കാവ്യ നിരൂപണത്തിന് ഇന്ന് ഏറ്റവും പ്രസക്തമായ ഒരു നിരൂപണ പദ്ധതിയായിട്ട് ദ്രാവിഡ ലാവണ്യശാസ്ത്രം ഇന്ന് അറിയപ്പെടുന്നു. മുതൽപ്പൊരുളിൽ ഓരോ പാട്ടിലും വിന്യസിക്കപ്പെടുന്ന ദേശകാലങ്ങളെയാണ് വിശകലനം ചെയ്യുന്നത്. ഓരോ ദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അതിന്റെ കാലാവസ്ഥയും സമയവുമാണ് അതിലെ പ്രധാന വിഷയം. കരുപ്പൊരുൾ ഓരോ പാട്ടിന്റെയും ഉള്ളടക്കത്തെ സംബന്ധിച്ച വിവരണമാണ്.
ഉള്ളടക്കത്തിന് അനുകൂലമായി തിരഞ്ഞെടുക്കുന്ന പശ്ചാത്തലം, ദേശത്തിൻ്റെതായ പ്രത്യേകതകൾ, തൊഴിൽ, രാഗം, നായക സങ്കല്പം, ഇതൊക്കെ അതിൽ വരും. ഉരിപ്പൊരുളാകട്ടെ കവിതയുടെ പ്രതിപാദ്യത്തിന് അഥവാ വിഷയത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. കവികൾ തിരഞ്ഞെടുക്കുന്ന വിഷയം, ഏത് വിഷയത്തിലാണ് അവര് രചന നിർവഹിക്കുന്നത്, അതാണ് ഉരിപ്പൊരുൾ. ദ്രാവിഡ ലാവണ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട രണ്ട് പദങ്ങളാണ് ഉള്ളുരൈ, മെയ്പ്പാട്. യഥാർത്ഥത്തിൽ സംസ്കൃത കാവ്യമീമാംസയുമായിട്ട് ഈ സങ്കല്പത്തിന് അടുപ്പമുണ്ട്. ഉള്ളുരൈ, ഉൾ പ്ലസ് ഉരൈ, അതാണ് അതിന്റെ നിരുക്തം. ഉള്ളിലേത്, ഉണ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ സാരാർത്ഥം കണ്ടെത്തുക. ഉരൈ എന്നാൽ പറയുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ ആ നിലയ്ക്ക് കവികൾ ഉപയോഗിക്കുന്ന ബിംബങ്ങൾ, അതിന്റെ ഭാവാർത്ഥ തലം എന്നിവയെ ഇവിടെ പഠനവിധേയമാക്കുന്നു. ഉള്ളുരൈ ഉപമ. ഉള്ളുരൈ ഉപമ എന്ന് പറയുമ്പോൾ അവിടെ ഉപമ കേവലമായ ഉപമയല്ല, വാക്കിന്റെ അർത്ഥപ്പൊലിമയെ, വാക്കിന്റെ അർത്ഥ വൈവിധ്യത്തെ, അതിന്റെ സമഗ്രതയിൽ സൂചിപ്പിക്കുന്നതാണ് ഉള്ളുരൈ ഉപമ. അഞ്ചു വിധം ഉള്ളുരൈ ഉപമ ഉണ്ടെന്ന് തൊൽക്കാപ്യത്തിൽ പറയുന്നു. കാവ്യബിംബം, പ്രതീകങ്ങൾ, ആന്തരാർത്ഥങ്ങൾ, ചിഹ്നങ്ങൾ, സൂചകങ്ങൾ എന്നിവ ഉള്ളുരൈയുടെ അവാന്തര വിഭാഗങ്ങളാണ്. ഇവിടെ വാക്കിന്റെ അർത്ഥവ്യാപ്തിയും അതിന്റെ ധ്വനിപരതയുമാണ് ദ്രാവിഡ സൗന്ദര്യശാസ്ത്രത്തിൽ ഉള്ളുരൈ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. മറ്റൊന്നാണ് മെയ്പ്പാട്. പൊരുളധികാരത്തിൽ കഥാപാത്രങ്ങളുടെ ശരീരഭാഷയെ മുൻനിർത്തിയാണ് ഇതിനെ ചർച്ച ചെയ്തിട്ടുള്ളത്. മെയ്പ്പാട്, 32 മെയ്പ്പാടുകൾ പൊരുളധികാരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ 8 എണ്ണം കഥാപാത്രങ്ങളുടെ മാനസിക അവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് സൂചിതമാകുന്ന ശരീരഭാഷ അഥവാ ചൈവനെയാണ് മെയ്പ്പാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് സൂചിതമാകുന്ന ശരീരഭാഷ അഥവാ ചൈവനെയാണ് മെയ്പ്പാട്. ഇതിന് നമുക്ക് നാട്യശാസ്ത്രവുമായിട്ട് ബന്ധം കൽപ്പിക്കാൻ സാധിക്കും. നാട്യത്തിന്റെ ശാസ്ത്രമാണല്ലോ നാട്യശാസ്ത്രം. നടിക്കുക എന്നാൽ അഭിനയിക്കുക. അപ്പൊ അഭിനയത്തിൽ ശരീരഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നായിക നായകന്മാർ ആദ്യം കണ്ടുമുട്ടുമ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അഥവാ ചൈവനകളാണ്, അഥവാ ക്രിയകളാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ക്രിയകൾക്ക് പ്രാധാന്യമുള്ളതാണ് മെയ്പ്പാട്. നായിക നായകന്മാരുടെ അവസ്ഥകൾ രംഗത്ത് ആവിഷ്കരിക്കുന്ന രീതിയാണ് മെയ്പ്പാട് എന്ന് നമുക്ക് ചുരുക്കി പറയാം. അങ്ങനെ തിണകളുടെ ആകത്തുകയാണ് തിണസിദ്ധാന്തം എന്ന് നമുക്ക് പറയാം. ഒരു കൃതിയെ അതിന്റെ സമഗ്രതയിൽ വിലയിരുത്തുന്ന സൗന്ദര്യശാസ്ത്രം.
പരിസ്ഥിതി സങ്കല്പം, പ്രകൃതി വർണ്ണന, മനുഷ്യന്റെ മാനസിക ഭാവങ്ങളുടെ വിശകലനം തുടങ്ങിയവയെല്ലാം ഇതിൽ ചർച്ച ചെയ്യപ്പെടും. അനുഭവം, സ്ഥലം, പരിസ്ഥിതി എന്നിവയെ സംബന്ധിച്ചും കാവ്യത്തിലെ പ്രതിപാദ്യ വിഷയത്തെ സംബന്ധിച്ചും അതിന്റെ ഔചിത്യ ദീക്ഷയെ സംബന്ധിച്ചും തിണ സങ്കല്പത്തിൽ ചർച്ച ചെയ്യും. അപ്പോൾ മേഘദൂതത്തിന്റെ തിണ മുല്ലയാണെന്ന് പറയാം. കാത്തിരിപ്പും വിരഹവും. അങ്ങനെ സന്ദേശാവ്യങ്ങൾ പൊതുവെ വിരഹത്തിന്റെയും കാത്തിരിപ്പിന്റെയും വിപ്രലംബ സംഹാരത്തിന്റെയുമാണല്ലോ. ഇപ്പൊ കടമ്മനിട്ടയുടെ ശാന്ത എന്ന കവിത നോക്കാം. അതിൽ കുറിഞ്ചിയും പാലയും കടന്നു വരുന്നു. മലഞ്ചൂരൽ മടയിൽ നിന്നാണ് കുറത്തിയെത്തുന്നത്. കരിയിലാഞ്ചി വള്ളി പോലെയാണ് കുറത്തിയുടെ ശരീരഭാഷ. ഇവിടെയൊക്കെ ആ പ്രാദേശികമായ ജീവിതാവസ്ഥയുടെ അല്ലെങ്കിൽ ദേശ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ കവിതയുടെ ഭാവത്തിന് മാറ്റം വരുന്നു. പുതിയ കാലഘട്ടത്തിൽ കവിതയിൽ മാത്രമല്ല നോവലിലേക്കും ദ്രാവിഡ സൗന്ദര്യശാസ്ത്രത്തിന്റെ പഠനമേഖല വ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് NS മാധവന്റെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ, അതിലെ തിണ നെയ്തലാണ്. ദ്വീപാണ്, എറണാകുളത്തിന് സമീപത്തുള്ളൊരു ദ്വീപാണ് അതിന്റെ പശ്ചാത്തലം. അപ്പൊ ഓരോ തിണയ്ക്കും അതിന്റെ രസം, അതിന്റെ അലങ്കാരം, പരിസ്ഥിതി ഇവയെല്ലാം കടന്നുവരുന്ന ഒരു ശാസ്ത്രശാഖയാണ് ദ്രാവിഡ കാവ്യശാസ്ത്രത്തിലെ ഈ തിണസങ്കല്പം. അതേപോലെ തന്നെ ഇപ്പൊ നാട്യശാസ്ത്രത്തിൽ 8 രസങ്ങളെ പറ്റി പറയുന്നത് പോലെ തന്നെ തൊൽക്കാപ്പിയത്തിൽ ശാന്തമൊഴികെയുള്ള 8 രസങ്ങളെ പറ്റിയും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഭാരതീയ കാവ്യ മീമാംസയുമായി അതിന്റെ ഒരു ഭാഗമെന്ന നിലയിൽ തന്നെ നമുക്ക് ഇന്ന് ദ്രാവിഡ സൗന്ദര്യശാസ്ത്രത്തെ കണക്കാക്കാവുന്നതാണ്. അത്തരത്തിൽ സമകാലീന സാംസ്കാരിക സാഹിത്യ പഠനങ്ങളുടെ ഭൂപടത്തിൽ തിണ ജീവിതത്തെയും അതിന്റെ സാംസ്കാരിക പരിസരത്തെയും ഇന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ ഒരു പരിസ്ഥിതി ലാവണ്യ സിദ്ധാന്തം അഥവാ ദ്രാവിഡീയ തിണസങ്കല്പം നമ്മുടെ കാവ്യസങ്കല്പനങ്ങളെയും സൗന്ദര്യശാസ്ത്രത്തെയും വിലയിരുത്തുന്നതിന് ഇന്ന് പ്രയോജനപ്പെടുന്നു എന്ന് നമുക്ക് സാമാന്യമായി പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഇന്ന് പൂർണ്ണമാക്കാം. മറ്റ് ക്ലാസ്സുകൾ നിങ്ങൾ സശ്രദ്ധം കേട്ടതുപോലെ തന്നെ ഈ ക്ലാസ്സും കേട്ട് നോട്ട് കുറിച്ചെടുത്ത് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.